ഹലോ, ഇനി നമുക്കുള്ളത് ഷെയർ ക്യാപിറ്റലിൻ്റെ കൈൻഡ്സ് ആണ്. നേരത്തെ നമ്മൾ ടൈപ്സ് ഓഫ് ക്യാപിറ്റലാണ് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി പറയുന്നത് ഷെയർ ക്യാപിറ്റലിൻ്റെ കൈൻഡ്സ്. ഓക്കെ, രണ്ട് തരം ഷെയർ ക്യാപിറ്റലുകളാണ് ഉള്ളത്. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ വോട്ടിംഗ് റൈറ്റ് ഉള്ളതുകൊണ്ട് ഡിഫറൻറ്റ് വോട്ടിംഗ് റൈറ്റ് ഉള്ളതുണ്ട്. അപ്പം ഒരേ വോട്ടിംഗ് റൈറ്റ് ഉള്ളവരുണ്ട്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഉള്ളതുണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പം ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് വോട്ടിംഗ് റൈറ്റ് ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് ഡിഫറൻറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. ഓക്കെ, ഇനി എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മീൻസ് ഓൾ ഷെയർ ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത ഏത് ക്യാപിറ്റലിനും നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുക. കാരണം ഒരു കമ്പനിയിൽ രണ്ട് തരം ഷെയർ ക്യാപിറ്റലാണ് ഉള്ളത്, ഇക്വിറ്റിയും പ്രിഫറൻസും. അപ്പോൾ പ്രിഫറൻസ് അല്ലാത്ത ഷെയർ ക്യാപിറ്റലിനൊക്കെ വിളിക്കുന്ന നമ്മൾ പേരെന്താ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. ഓക്കെ, സോ ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ് ആർ കോൾഡ് ഇക്വിറ്റി ഷെയർസ്. മനസ്സിലായി എന്ന് കരുതുന്നു. പരീക്ഷയ്ക്ക് ഇക്വിറ്റി ഷെയർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർ ഈസ് നോൺ ആസ് ഇക്വിറ്റി ഷെയർ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഇക്വിറ്റി ഷെയറിൻ്റെ ഗുണം എന്താണ്? അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ ഓണർമാർ. ഓക്കെ, അത് നിങ്ങളൊരു മനസ്സിലാക്കി വയ്ക്കുക. എല്ലാ കാര്യത്തിലും വോട്ടിംഗ് റൈറ്റ് ഉള്ളവരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പം നിങ്ങളൊരു കമ്പനിയിൽ ഷെയർ വാങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ഇക്വിറ്റി ഷെയറാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇക്വിറ്റി ഷെയർസിൻ്റെ ഇത് പറഞ്ഞതിന് പുറമേയുള്ള മെറിറ്റുകൾ നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഇക്വിറ്റി ഷെയറിൻ്റെ മെറിറ്റുകൾ? കമ്പനിയെ സംബന്ധിച്ച്, അപ്പം മെറിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചുള്ള മെറിറ്റും ഉണ്ട്, ഷെയർ ഹോൾഡറെ സംബന്ധിച്ചുള്ള മെറിറ്റും ഉണ്ട്. കമ്പനിയെ സംബന്ധിച്ചുള്ള മെറിറ്റ് എന്താണ്? അപ്പോൾ നിങ്ങൾ എഴുതണം മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മെറിറ്റ്സ് ടു ദ കമ്പനി എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്തു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മെറിറ്റ്സ് ടു ദ കമ്പനി എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്നാമത്തെ മെറിറ്റ് എഴുതി എന്ത്? ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ക്യാപിറ്റൽ. എന്നുവെച്ചാൽ എന്താ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കമ്പനി സ്വരൂപിച്ചാൽ പെർമനൻ്റ് ആണ്. കമ്പനി എപ്പോഴാണോ പിരിച്ചുവിടുന്നത് അപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. എപ്പോഴും എത്ര കാലത്തേക്ക് ഉപയോഗിക്കാം. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളിൽ നിന്നും പൈസ വാങ്ങുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഞാനത് തിരിച്ചു തരേണ്ടി വരും. പക്ഷേ ഞാനൊരു കമ്പനിയാണെന്നും നിങ്ങളെൻ്റെ ഷെയർ ഹോൾഡറാണെന്നും കരുതുക. നിങ്ങളിൽ നിന്നും നിങ്ങൾ എൻ്റെ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ വാങ്ങുന്നെങ്കിൽ ആ പൈസ എനിക്ക് എൻ്റെ കമ്പനിയുടെ അവസാനം വരെ ഉപയോഗിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം വരും, നിങ്ങൾക്ക് ഷെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിറ്റുമാറാം, വേറൊരാളുകൾക്ക് വിൽക്കാം. കമ്പനിയെ സംബന്ധിച്ച് കമ്പനി എപ്പോഴാണ് അത് തിരിച്ചു തരുള്ളൂ? എപ്പോഴാണോ കമ്പനി പിരിച്ചു വിടുന്നത് അപ്പോഴാണ് തിരിച്ചു തരിക. ഓക്കെ, പിന്നെ വർഷാവർഷം നിങ്ങൾക്ക് ഡിവിഡൻറ്റ് കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നിങ്ങളുടെ ഇക്വിറ്റി ഷെയർ വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ പിന്നെ വാങ്ങിയവനാണ് അതിൻ്റെ ആനുകൂല്യമുള്ളത്. അപ്പം കമ്പനിയെ സംബന്ധിച്ച് ഇത് പെർമനൻറ്റ് ക്യാപിറ്റലാണ്. ഓക്കെ, അതുപോലെ ഡിവിഡൻറ്റ് കൊടുക്കണമെന്നുള്ള ഒബ്ലിഗേഷനൊന്നും എന്തിലില്ല? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലില്ല. എന്നുവെച്ചാൽ കമ്പനി നഷ്ടത്തിൽ പോകുന്ന സമയത്ത് കമ്പനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡിവിഡൻറ്റ് ചിലപ്പം കൊടുക്കാൻ അവരുടെ കയ്യിലുണ്ടാവില്ല. സോ ദർ ഇസ് നോ ഒബ്ലിഗേഷൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് പേ ചെയ്യണമെന്നുള്ള. അപ്പോൾ എന്താണ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയുന്നതാണ്. എനിക്ക് നിങ്ങളുടെ ഒരു ഇത് അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ ലാഭത്തിലൊരു പങ്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിവിഡൻറ്റ്. കാരണം പൊതുജനങ്ങളുടെ പൈസ എടുത്ത കമ്പനി പ്രവർത്തിക്കുന്നത്, വർഷാവർഷം ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൊരു വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻറ്റ്. കമ്പനിക്ക് നഷ്ടമാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യില്ല? ചിലപ്പം ഡിവിഡൻറ്റ് കൊടുക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ലിഗേഷനും ഇല്ല, അതൊരു കടമയൊന്നുമില്ല. ഉണ്ടെങ്കിൽ കൊടുക്കാം. കൂടുതൽ ലാഭമുള്ള സമയത്ത് നല്ല ഡിവിഡൻറ്റ് കിട്ടും, ഇനി തീരെ ലാഭമില്ലെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടില്ല. അപ്പം ദർ ഈസ് നോ ഒബ്ലിഗേഷൻ. അതുപോലെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ ഇത് എൻഹാൻസ് ചെയ്യും, വിപുലീകരിക്കും. ഇറ്റ് എൻഹാൻസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കമ്പനി. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനി ക്യാൻ യൂസ് ഇക്വിറ്റി ഷെയർ ഫോർ ലോങ് ടൈം പർപ്പസ്. കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതുതന്നെയാണ് ഇതും. കമ്പനി ക്യാൻ യൂസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫോർ ലോങ് ടൈം പർപ്പസ്. ഒരുപാട് വലിയ കാലത്തേക്കുള്ള പർപ്പസിനായിട്ട് ഇത് ഉപയോഗിക്കുക. കാരണം കമ്പനി എപ്പോഴാണോ പിരിച്ചുവിടുന്നത് അപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, വീഡിയോ കാണുമ്പോൾ വീഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. അതുപോലെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ സഹായകം ഇക്വിറ്റി ഷെയറാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ള ഒബ്ലിഗേഷൻ ഇല്ല. കമ്പനിക്ക് എല്ലാ കാലത്തേക്കും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉപയോഗിക്കാം. കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂട്ടാനായിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉപയോഗിക്കാം. മനസ്സിലായല്ലോ. അതുപോലെ കമ്പനിക്ക് ലോങ് ടൈം പർപ്പസിന് ഉപയോഗിക്കാം. ഇനി ബെനഫിറ്റ്സ് ടു ദ ഷെയർ ഹോൾഡർ. ബെനഫിറ്റ് ടു ദ ഷെയർ ഹോൾഡർ, നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ ഇക്വിറ്റി ഷെയർ വാങ്ങിയാൽ നമുക്കെന്ത് ബെനഫിറ്റാണ് ഉള്ളത്? ഒന്ന്, വി ഗെറ്റ് ദ ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓണർഷിപ്പിൽ ഒരു ഭാഗം നമുക്കുണ്ട്. ഷെയർ ഹോൾഡർ ഗെറ്റ് ദ ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓണർഷിപ്പിൽ ഒരു ഭാഗം നമുക്കുള്ളതാണ്. മനസ്സിലായല്ലോ. അതുപോലെ നമ്മുടെ ലയബിലിറ്റി എന്താണ്? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോട് അതുവരെ നമ്മുടെ ലയബിലിറ്റി ഉള്ളൂ. ഇപ്പോൾ 100 രൂപ നിങ്ങൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇങ്ങനെ 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങിയാൽ നിങ്ങളുടെ ലയബിലിറ്റി 100 രൂപയേ ഉള്ളൂ. മനസ്സിലായല്ലോ. കമ്പനിക്ക് എന്ത് ലാഭം നഷ്ടമായാലും ലാഭമായാലും ഒക്കെ നിങ്ങളുടെ ലയബിലിറ്റി പറഞ്ഞാൽ 100 രൂപ, നിങ്ങൾ ആ 100 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതുവരെ നമ്മുടെ ലയബിലിറ്റി ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ വീടോ പറമ്പോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. 100 രൂപയുടെ ഷെയർ വാങ്ങിയാൽ ആ 100 രൂപ മാത്രം നമ്മൾ കമ്പനിക്ക് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ ഇഫ് ദ കമ്പനി എൻജോയ്സ് ഹ്യൂജ് പ്രോഫിറ്റ് അവർ റിട്ടേൺ വിൽ ബി ഹൈ. കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാകുമ്പോൾ, അതിമനോഹരമായ ലാഭം ഉണ്ടാവുന്ന അതിൽ സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായ നമുക്കാണ്. കാരണം നമ്മൾക്ക് കമ്പനിക്ക് നഷ്ടം വരുന്ന സമയത്ത് കമ്പനി നമുക്കൊന്നും ഡിവിഡൻ്റ് ഒന്നും തരുന്നില്ല. പക്ഷേ നല്ല ലാഭമുള്ള സമയത്ത് നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊരു ഇക്വിറ്റി ഷെയർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? യു വിൽ ഗെറ്റ് ദ ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി. You will get a high profit when the company enjoys high profit. Okay, you will get a high return when the company enjoys high profit, and your liability is limited to the extent of the capital contribution. അത്രേ നിങ്ങളുടെ എന്തുള്ളൂ ലയബിലിറ്റി ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർസ് വിച്ച് ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഈസ് നോൺ ആസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ ഒരു മുൻഗണന അധികാരമുള്ള ഷെയറുകളാണ് പ്രിഫറൻസ് ഷെയർ. എന്തിനാണ് മുൻഗണന? ഡിവിഡൻഡ് കിട്ടാനും മുൻഗണന പ്രിഫറൻസ് ഷെയർസിനാണ്. ക്യാപിറ്റൽ തിരിച്ച് കിട്ടാനുള്ള മുൻഗണനയും ആർക്കാണ്? പ്രിഫറൻസ് ഷെയറിനാണ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് ടു ഗെറ്റ് ഡിവിഡൻഡ് ആൻഡ് ടു ഗെറ്റ് ബാക്ക് ദ ക്യാപിറ്റൽ. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇതുപോലൊക്കെ എഴുതാൻ അറിഞ്ഞാലേ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വീഡിയോ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് ആലോചിച്ച് നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താ? ഡിവിഡൻഡ് കിട്ടുന്നതിലും ക്യാപിറ്റൽ തിരിച്ച് കിട്ടുന്നതിലും മുൻഗണനയുള്ളവരാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ എന്താണ്? ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് ആദ്യം കൊടുക്കുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, അതിനുശേഷം വല്ലതും ഉണ്ടെങ്കിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നത്, ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക ആർക്കാണ്? ഇക്വിറ്റി ഷെയറിൻ്റെ മുന്നേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പണം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനൊരു ഉദാഹരണ സഹിതം പറയുന്നു. ഒരു വ്യക്തി ഇക്വിറ്റി ഷെയർ വാങ്ങി 100 രൂപയുടെ, അതേ വ്യക്തി പ്രിഫറൻസ് ഷെയറും 100 രൂപയുടെ വാങ്ങി. അപ്പം പ്രിഫറൻസ് ഷെയർ വാങ്ങിയാലുള്ള ഗുണം എന്താ? കമ്പനിക്ക് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഡൻഡ് കിട്ടുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അവന് കിട്ടിയിട്ട് വല്ലതും ബാക്കി ഉണ്ടെങ്കിലേ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കിട്ടുള്ളൂ. കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് 100 രൂപ ആദ്യം തിരിച്ച് കിട്ടുക പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന്. അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് ഉണ്ടെങ്കിലേ 100 രൂപ തിരിച്ച് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. പക്ഷേ ഇവർക്ക് ഒരു നിശ്ചിത തുക മാത്രമേ ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇവർക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റും ഇല്ല. അതൊക്കെ നമ്മൾ തുടർന്നുള്ള ഇതിൽ പറയാം. ഓക്കെ, ഇനി പ്രിഫറൻസ് ഷെയർ പലതരത്തിലുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒന്ന് ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്. അപ്പോൾ ക്യുമുലേറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ മതിയാവും, പിന്നെ നോൺ ക്യുമുലേറ്റീവ് പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിസിപ്പേറ്റിങ്ങും നോൺ പാർട്ടിസിപ്പേറ്റിങ്ങും, കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിളും, റെഡീമബിളും ഇറെഡീമബിളും. അപ്പോൾ പ്രിഫറൻസ് ഷെയർ 8 തരമുണ്ട്. പക്ഷേ 4 നിങ്ങൾ പഠിച്ചാൽ മതി. 4 അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ഫസ്റ്റ് ക്യുമുലേറ്റീവ്.
പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ്, പിന്നെ കൺവേർട്ടബിൾ, പിന്നെ റെഡീമബിൾ. പിന്നെ വരുന്ന ബാക്കി 4 ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ക്യുമുലേറ്റീവ് ആകുമ്പോൾ നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ് ആകുമ്പോൾ നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടബിൾ ആകുമ്പോൾ നോൺ കൺവേർട്ടബിൾ, റെഡീമബിൾ ആകുമ്പോൾ നോൺ റെഡീമബിൾ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇർറെഡീമബിൾ എന്നാണ് പറയുക. റെഡീമബിളിൻ്റെ ഓപ്പോസിറ്റ് ഇർറെഡീമബിൾ. ഓക്കെ, എന്താണ് ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ they will get a fixed rate of dividend and even though the company is not declared dividend, കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ പ്രഖ്യാപിക്കാത്ത ഡിവിഡൻഡ് കൂടി കിട്ടാൻ അർഹതയുള്ളവരാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അപ്പം ഇവർക്ക് ഒരിക്കലും ഡിവിഡൻഡ് കിട്ടാതിരിക്കില്ല. ഡിവിഡൻഡ് പ്രഖ്യാപിച്ചാലും കിട്ടും, പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ എന്നാണോ പിന്നെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അന്നത്തെ കൂടി കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് 2020 2018ലും 2019ലും കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചില്ല, പക്ഷേ 2020 പ്രഖ്യാപിച്ചു. അപ്പം 18ലെയും 19ലെയും ഡിവിഡൻഡ് കിട്ടുന്നവരാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇതാണ് ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഡെയർ ഡിവിഡൻഡ് ഷുഡ് ബി ക്യുമുലേറ്റഡ് വെൻ എവർ ദ കമ്പനി ഡിക്ലെയർ ഡിവിഡൻഡ്. എപ്പോഴാണോ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഈ ഡിവിഡൻഡ് എന്ത് ചെയ്യും, ക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ അതാണെന്ത്, ഇവർക്ക് എന്തില്ല, ഇവർക്ക് ഡിവിഡൻഡ് ക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നില്ല, കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രം കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് എടുത്ത ആൾക്ക് 2018 19 കിട്ടില്ല, 2020 കിട്ടും. ക്യുമുലേറ്റീവ് ആണ് കിട്ടണമെങ്കിലോ 2018 19 കിട്ടും, ഈവൻ അന്നൊന്നും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ, മനസ്സിലായോ എന്ന് കരുതുന്നു. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറും നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ലഭിക്കുന്ന ഡിവിഡൻഡിന് പുറമേ എന്തെങ്കിലും മിച്ച ലാഭം ഉണ്ടെങ്കിൽ അതിലൊരു പങ്കുകൂടി കിട്ടാൻ അർഹതയുള്ളവരാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ദേ വിൽ ഗെറ്റ് എ നോർമൽ ഡിവിഡൻഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ഗെറ്റ് ആൻ അഡീഷണൽ ബെനഫിറ്റ് വെൻ ദ കമ്പനി എൻജോയ്സ് എ നെറ്റ് പ്രോഫിറ്റ്. മനസ്സിലായല്ലോ, അല്ലെങ്കിൽ നെറ്റ് സർപ്ലസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സർപ്ലസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനിയുടെ കയ്യിൽ എന്തെങ്കിലും ലാഭത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗം കൂടി കിട്ടാൻ അർഹതയുള്ളവരാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ടു ദ സർപ്ലസ് ഓഫ് ദ കമ്പനി. അവർ കമ്പനിയുടെ സർപ്ലസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് പാർട്ടിസിപ്പേറ്റിംഗ്. അപ്പോൾ അവർക്ക് എന്താ കിട്ടും ഗുണം, നോർമൽ ഡിവിഡൻറ്റും കിട്ടും, സർപ്ലസ് കയ്യിൽ എന്തെങ്കിലും കമ്പനിയുടെ ഉണ്ടെങ്കിൽ അതിലൊരു ഭാഗവും കിട്ടും. അപ്പോൾ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് സിമ്പിളല്ല, അവർക്ക് നോർമൽ ഡിവിഡൻറ്റ് മാത്രമേ കിട്ടൂ, സർപ്ലസിലെ ഒരു ഭാഗം കിട്ടുകയില്ല. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, കുറേ കാലത്തിന് ശേഷം ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ടബിൾ ചെയ്യാൻ പറ്റുന്നതാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. ദീസ് പ്രിഫറൻസ് ഷെയർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൽ പറഞ്ഞ പ്രകാരമുള്ള കാലം കഴിഞ്ഞാൽ ഈ പ്രിഫറൻസ് ഷെയർ എന്തായി മാറും, ഇക്വിറ്റി ഷെയറായി മാറും. പിന്നെ നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അവരെന്നും പ്രിഫറൻസ് ഷെയർ തന്നെയാണ്, അവർക്കൊരിക്കലും എന്തായി മാറാൻ പറ്റില്ല, ഇക്വിറ്റി ഷെയറായിട്ട് മാറാൻ പറ്റില്ല. ഓക്കെ, ഇനി റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ എന്ന് പറഞ്ഞാൽ, റെഡീമബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇറെഡീമബിൾ എന്ന് നിങ്ങൾക്കറിയാം. റെഡീമബിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു നിശ്ചിത കാലത്തിന് ശേഷം കമ്പനി ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. എന്ന് വെച്ചാൽ ഞാനൊരു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ വാങ്ങി, അതിൽ ഒരു കാലാവധി 15 കൊല്ലമാണെങ്കിൽ 15 വർഷത്തിന് ശേഷം എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ക്യാപിറ്റൽ കമ്പനി തിരിച്ചു തരും, ഷെയർ കമ്പനി അങ്ങോട്ട് വാങ്ങും. ഇറെഡീമബിൾ എന്ന് പറഞ്ഞാൽ കമ്പനി എന്നാണോ പിരിച്ചുവിടുന്നത് അന്നേ ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റെഡീമബിൾ എന്ന് പറഞ്ഞാൽ ദീസ് കൈൻഡ്സ് ഓഫ് ഷെയർസ് ആർ റെഡീംഡ് ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് പൈസ നമുക്ക് തരും. ഇറെഡീമബിൾ പറഞ്ഞാൽ ദീസ് ആർ നോട്ട് റെഡീംഡ് അണ്ടിൽ ദ കമ്പനി വൈൻഡ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നവരെയും ഇത് റെഡീം ചെയ്യില്ല. പകരം നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഡിവിഡൻഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലും പഠിച്ചു, ടൈപ്സ് ഓഫ് ക്യാപിറ്റലും പഠിച്ചു. ഓക്കെ, ഫസ്റ്റത്തെ വീഡിയോയിൽ ക്യാപിറ്റലിൻ്റെ ടൈപ്പും ഇപ്പോഴത്തെ വീഡിയോയിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ കൈൻസും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രിഫറൻസ് ഷെയറിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവയാണ്. അത് വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.